topic is directional derivatives. ഇപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ പറ്റി പഠിച്ചില്ലേ? ഏതൊക്കെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരിക? ഡോ സെഡ് ബൈ ഡോ എക്സ് വരും, അതുപോലെ തന്നെ ഡോ സെഡ് ബൈ ഡോ വൈ വരും. അതായത് നമുക്കിതിൻ്റെ ടാൻജൻറ്റിൻ്റെ കേസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിതൊരു യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിൽ എങ്ങനെയാണ് പറയാൻ നോക്കാം. ഡോ സെഡ് ബൈ ഡോ എക്സിന് നമുക്ക് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഐ എന്ന് പറഞ്ഞൂടെ. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്ടർ ഐ. ഡോ സെഡ് ബൈ ഡോ എക്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അതുപോലെ തന്നെ ഡോ സെഡ് ബൈ ഡോ വൈനെ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെഡ് വിത്ത് it is the rate of change of z in the direction of the unit vector j എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷനാണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്ടർ. നമുക്കൊരു യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ദ ഡെഫിനേഷൻ ഓഫ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി യൂണിറ്റ് വെക്ടർ യു ഈസ് ഗിവൻ ബിലോ. അതായത് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷനാണ് താഴെ തന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താ നോക്കാം. ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്ടർ യു ഈക്വൽ ടു കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ ഈസ് ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു limit h tends to 0 f of x plus h into cos theta y plus h into sin theta minus f of xy divided by h provided the limit exists. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഒരു യൂണിറ്റ് വെക്ടറും തന്നിട്ടുണ്ട്. യു ഈക്വൽ ടു കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ. നിങ്ങൾ കണ്ടുപിടിക്കുക, അതിൻ്റെ മോഡലസ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എപ്പോഴും 1 ആയിരിക്കും കിട്ടുക. സോ ഇത് ഒരു യൂണിറ്റ് വെക്ടറിൻ്റെ ജനറൽ ഫോമാറ്റാണ് കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ. ഇപ്പോൾ ഈ ഡയറക്ഷനിലുള്ള z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ y പ്ലസ് എച്ച് സൈൻ തീറ്റ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡെഫിനേഷൻ അല്ല. നമ്മളിത് ജസ്റ്റ് ഡെഫിനേഷൻ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ടേമിലാണ് പറയുക, ലിമിറ്റൊക്കെ യൂസ് ചെയ്തിട്ട്. പക്ഷേ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ചെയ്യുക. നിങ്ങൾ ഈ ഡെഫിനേഷൻ ഓർത്ത് വെക്കുക, കാരണം അത് എക്സാമിന് ഷോർട്ട് ആൻസേഴ്സ് ആയിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്. ഈ ലിമിറ്റിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് z ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്ടർ യു ഈക്വൽ ടു കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഡയറക്ഷണൽ ഡെറിവേറ്റീവും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എബൌട്ട് ഡെഫിനിഷൻ ഈസ് ദ ജനറലൈസേഷൻ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഇപ്പം എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഇതും തമ്മിലുള്ള റിലേഷൻ നോക്കാം. നമ്മളിവിടെ എടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് 0 ആയിട്ട് എടുത്തു. അങ്ങനെ എന്താ സംഭവിക്കുക? യു ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഈക്വൽ ടു കോസ് 0 ഐ പ്ലസ് സൈൻ 0 ജെ ഐ എന്നല്ലേ വരിക. ദറ്റ് ഈസ് യു ഈക്വൽ ടു കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, സോ ഐ സൈൻ 0 0 ആണ്. അപ്പോൾ യു ഈക്വൽ ടു ഐ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ എടി. ഈ ഒരു യൂണിറ്റ് വെക്ടർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കറസ്പോണ്ട് യു ഈക്വൽ ടു ഐ ആയിട്ട് തീറ്റ ഈക്വൽ ടു 0 ആയിട്ട് ഈ ഡെഫിനേഷനെ ഒന്ന് നിങ്ങൾ മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടും ഡി ഐ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് എച്ച് കോസ് 0 വൈ പ്ലസ് എച്ച് സൈൻ 0 എന്നാണ്. എച്ച് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോമ വൈ എന്ന് കിട്ടും. മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച്. ഈ ഒരു ഡെഫിനേഷൻ എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇതാണ് നമ്മളുടെ ഡോ എഫ് ബൈ ഡോ എക്സ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പം നമുക്ക് പറയാം, ഇപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി യൂണിറ്റ് വെക്ടർ ഐ ആണ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ചൂസ് ചെയ്തു. തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ചൂസ് ചെയ്താൽ നമ്മുടെ യൂണിറ്റ് വെക്ടർ എന്തായിട്ട് മാറി? കോസ് പൈ ബൈ 2 ഐ പ്ലസ് സൈൻ പൈ ബൈ 2 ജെ അല്ലേ. കോസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 0 ആണ്, സോ നമുക്കിവിടെ സൈൻ പൈ ബൈ 2 1 ആണ്, സോ ഇത് ജെ എന്ന് കിട്ടും. അപ്പോൾ ഡി ജെ ഓഫ് എഫ് ഓഫ് എക്സ് വൈ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷനിൽ നമ്മൾ എന്ത് കൊടുക്കാം? യുവിന് പകരം ജെയും അതുപോലെ തീറ്റയ്ക്ക് പകരം പൈ ബൈ 2 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് പ്ലസ് എച്ച് കോസ് പൈ ബൈ 2 എന്നാണ് കിട്ടുക. കോസ് പൈ ബൈ 2 0 ആണ്. അപ്പോൾ എക്സ് കോമ വൈ പ്ലസ് എച്ച് സൈൻ പൈ ബൈ 2 എന്നുണ്ടാവും. സൈൻ പൈ ബൈ 2 1 ആണ്, മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാരാണ്? ഇത് നമ്മളുടെ ഡോ എഫ് ബൈ ഡോ വൈ ആണ്. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്ടർ ജെ എന്ന് പറയുന്നതാണ് ആര്? നമ്മളുടെ
ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിലേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഒരു റിലേഷൻ ഇതിൻ്റെ ഇടയിലുണ്ട്. ഡയറക്ഷണൽ ഡെറിവേറ്റീവിനെയും അതുപോലെ തന്നെ നമ്മളുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെയും ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ഓർത്ത് വെക്കാം. ഇനി നമ്മളൊരു തിയറമാണ് പറയുന്നത്. ഈ തിയറത്തിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഇതിൻ്റെ പ്രൂഫ് പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഇതുവരെ ഇങ്ങനെ പ്രൂഫ് ചോദിച്ചിട്ടില്ല എക്സാമിന്. ഇനി മേ ബി ചോദിച്ചാലോ, അതുകൊണ്ട് ഞാൻ ആ പ്രൂഫും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്ഷമയോടെ കാണാം. ഓക്കെ, if z equal to f of xy is a differentiable function of x and y and u equal to cos theta I plus sin theta j, then du of f of xy equal to del f of xy dot u. അതായത് നമുക്ക് z എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. z എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ്. u എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് del f ഡോട്ട് യു പറഞ്ഞു ഞാൻ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് യു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? du ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു എന്ന് പറയുന്നത് ആളെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. du ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു del f ഡോട്ട് യു. del എഫും യുവും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആളാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്റ്റർ യു. ഓക്കെ, നമുക്കിതിൻ്റെ പ്രൂഫ് ഒന്ന് ഓടിച്ച് പറയാം. സിമ്പിളാണ് പ്രൂഫ്, വല്ലാണ്ട് ഓർത്ത് വെക്കാനൊന്നുമില്ല. നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു കൺസ്ട്രക്റ്റീവ് ആണ്, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എക്സാമിന് ചോദിച്ചാലോ, x, y, theta, let x, y and theta be fixed so that g of t equal to f of x plus t cos theta y plus t sin theta is a function of single variable t. അതായത് എക്സ് വൈ തീറ്റ ഇതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ടി എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ജി ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ട് കേട്ടോ. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ എക്സ് വൈ സെഡ് അല്ല, സോറി, z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ട്. നമ്മൾ ടി എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ജി ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. അത് ഈ എക്സും ഈ വൈ ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, അതുപോലെ ഈ എഫും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡെഫിനേഷൻ ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് എഫ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന്. അങ്ങനെയാണെങ്കിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും? ജിയെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഫറൻസിയേഷൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ് വി ക്യാൻ സി ജി ഡാഷ് ഓഫ് സീറോ ഈക്വൽ ടു, നമുക്കറിയാം ജി ഡാഷ് ഓഫ് എക്സ് നോട്ടിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച്. ഇങ്ങനെയല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ലേ? അപ്പോൾ ജി ഡാഷ് ഓഫ് സീറോ കണ്ടുപിടിക്കുക. ഇവിടെ ജി ഡാഷ് ഓഫ് സീറോ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ജി ഓഫ് സീറോ പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് സീറോ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് സീറോ പ്ലസ് എച്ചിനൊക്കെ എച്ച് എന്ന് കൊടുക്കാം. ഇതിനൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ജി ഓഫ് എച്ച് മൈനസ് ജി ഓഫ് സീറോ ഡിവൈഡഡ് ബൈ എച്ച്. ഇനി നമുക്കറിയാം ജി ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ എച്ച് വരുമ്പം ജി ഓഫ് എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തൂടെ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ വൈ പ്ലസ് എച്ച് സൈൻ തീറ്റ. ഓക്കെ, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ജി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ വൈ പ്ലസ് എച്ച് സൈൻ തീറ്റ മൈനസ്, അതുപോലെ തന്നെ ഇവിടെ സീറോ കൊടുത്തു കഴിഞ്ഞാൽ എച്ച് കോസ് തീറ്റ എന്ന് പറയുന്നത് എക്സ്, ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ജി ഓഫ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി, അതായത് ഈ എച്ചിനാണ് നമ്മൾ സീറോ ആയി പോവുക കേട്ടോ. എച്ച്, അതായത് ജി ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെയാണ്. എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ജി ഓഫ് സീറോ കൊടുക്കുക. അതിൽ ജി ഓഫ് സീറോ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഇത് കംപ്ലീറ്റ് സീറോ ആയിപ്പോയി, വൈ പ്ലസ് സീറോ, അതായത് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും കിട്ടിയിട്ടോ. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നിട്ടു. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയത് ജി ഡാഷ് ഓഫ് സീറോ ആണ്. ജി ഡാഷ് ഓഫ് സീറോ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ വൈ പ്ലസ് എച്ച് സൈൻ തീറ്റ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച് നേടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡി യു ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യു എന്നാണ്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ജി ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ ചെയിൻ റൂൾ വെച്ചിട്ടൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. നമുക്ക് ഒന്നുകൂടി ഞാൻ ഈ ഫംഗ്ഷൻ ഇവിടെ എഴുതാം. ജി ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് പ്ലസ് ടി എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ അല്ലേ?
എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ കൊമ വൈ പ്ലസ് ടി സൈൻ തീറ്റ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് രണ്ട് വേരിയബിൾസ് ഉണ്ടല്ലേ, എക്സും ഉണ്ട് വൈ ഉണ്ട്. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് എക്സിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ്. എഫ് വൺ ഓഫ് എക്സ് പ്ലസ്, അതായത് ഞാൻ എഫ് എക്സ് ഓഫ് എന്ന് എഴുതുന്നതിന് പകരം എഫ് വൺ ഓഫ് എന്ന് എഴുതിയതാണ്. എഫ് വൺ ഓഫ് അതായത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്, അതായത് ഒരു വേരിയബിളിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എഫ് വൺ ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ ഇൻ ടു, പിന്നെ ഈ ഒരു എക്സ് പ്ലസ് ടി കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡി ബൈ ഡി ടി ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ. ഓക്കെ, പ്ലസ് കഴിഞ്ഞില്ല, നമുക്ക് രണ്ട് വേരിയബിളുള്ള ഫംഗ്ഷനാണ്. സോ സെക്കൻഡ് വേരിയബിളുള്ളതും കണ്ടുപിടിക്കണം. എഫ് ടു ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ കോമ വൈ പ്ലസ് ടി സൈൻ തീറ്റ ഇൻ ടു ഈ ഒരു സെക്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡി ബൈ ഡി ടി ഇൻറ്റു വൈ പ്ലസ് ടി സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്, എഫ് വൺ ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ ഇൻറ്റു ഇവിടെ ഡി ബൈ ഡി ടി ആണ്. അപ്പോൾ ഈ ടി കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കോസ് തീറ്റ എന്ന് കിട്ടും. ടിയുടെ ഡെറിവേറ്റീവ് വൺ ആണെന്ന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. പ്ലസ് എഫ് ടു ഓഫ് ദിസ് വൺ ഇൻറ്റു, അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് വൈ പ്ലസ് ടി സൈൻ തീറ്റ. ഡി ബൈ ഡി ടി ഓഫ് എന്ന് പറഞ്ഞാൽ ടിയുടെ ഡെറിവേറ്റീവ് വൺ ആണ്. സോ നമുക്ക് സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പം ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹിയർ ദ സബ്സ്ക്രിപ്റ്റ്സ് 1 and 2 റെഫർ ടു ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ് ടി സൈൻ തീറ്റ റെസ്പെക്റ്റീവ്ലി. അതായത് നമുക്കിവിടെ രണ്ട് വേരിയബിൾസ് തന്നിട്ടുണ്ട്. ആ രണ്ട് വേരിയബിൾസിൻ്റെയും കൂടെയുള്ള രണ്ട് വേരിയബിൾസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ എഫ് വൺ എഫ് ടു എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തില്ലേ, എഫ് ഓഫ് എക്സ് പ്ലസ് ടി കോസ് തീറ്റ വൈ പ്ലസ്, ഇതിൽ ടി ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ സംഭവിക്കാം, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 0 എന്ന് കിട്ടും, ഇവിടെ വൈ പ്ലസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് വൈ എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മളുടെ ജി ഡാഷ് ഓഫ് 0 എന്താവും, നമുക്ക് ഓൾറെഡി ജി ഡാഷ് ഓഫ് 0 ഈക്വൽ ടു, ശരിക്കും ജി ഡാഷ് ഓഫ് 0 ഈക്വൽ ടു ഈ ഒരു ഇക്വേഷനല്ലേ, ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ, നമുക്ക് എഫ് വണ്ണ് എഫ് ടു എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജി ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കാം. ഈ ഒരു ഇക്വേഷനിൽ ടി ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എക്സ് പ്ലസ് ടി കോസ് തീറ്റ എന്ന് പറയുന്ന വേരിയബിൾ എക്സ് ആയിട്ട് മാറും, വൈ പ്ലസ് ടി സൈൻ തീറ്റ എന്നുള്ള വേരിയബിൾ വൈ ആയിട്ട് മാറും. അപ്പോൾ ജി ഡാഷ് ഓഫ് 0 ഈക്വൽ ടു എഫ്, ഇവിടെ ഞാൻ വണ്ണിന് പകരം ഈ ഒരു വേരിയബിൾ ഉള്ളതാണല്ലോ വൺ എന്ന് പറയുന്നത്. ഈ ഒരു വേരിയബിൾ ആരായിട്ട് ചുരുങ്ങും, എക്സ് ആയിട്ട് ചുരുങ്ങും. അപ്പോൾ ഇവിടെ എഫ് എക്സ് എന്നാവും, ജി ഡാഷ് ഓഫ് 0 എഫ് എക്സ് ഓഫ് ഇവിടെ വരുന്നത് എക്സ് കോമ വൈ, പിന്നെ കോസ് തീറ്റ പ്ലസ്, അതുപോലെ തന്നെ ഇവിടെ വരുന്നത് എഫ് വൈ എന്നാവും. കാരണം ഇവിടെ ഞാൻ 2 ഈ വേരിയബിളിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വൈ ടി ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വൈ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന സിമ്പിളിന് പകരം ഞാനിവിടെ വൈ കൊടുക്കുന്നു. എഫ് വൈ ഓഫ് എക്സ് കോമ വൈ സൈൻ തീറ്റ എന്ന് കിട്ടും. അതായത് ഒന്നുമില്ല, അതിൽ കൺഫ്യൂഷൻ ആയി പോകണ്ട. നിങ്ങൾ ആ തൊട്ട് മുമ്പുള്ള ഇക്വേഷനില്ലേ, സെക്കൻഡ് ഇക്വേഷൻ, ആ സെക്കൻഡ് ഇക്വേഷനിൽ എല്ലാത്തിനും 0 അങ്ങ് കൊടുക്കാം, ടിക്ക് 0 കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, ഇങ്ങനെയാണ് കിട്ടുക. ജി ഡാഷ് ഓഫ് 0 ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് വൈ കോസ് തീറ്റ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഇത്രയും കണ്ടുപിടിച്ച് വെച്ചോളാം. ഇനി ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ എന്താണ്, നമുക്കറിയാം, വി ഓൾറെഡി ഹാവ് du of f of xy equal to limit h tends to 0 f of x plus h cos theta comma y plus h sin theta minus f of xy divided by h. ഇനി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ നിങ്ങൾ എഴുതിയേ, ആ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ ഉള്ളത് അല്ലേ, അതിൻ്റെ LHS എന്തായിരുന്നു നമുക്ക് വിച്ച് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് 0 എന്ന് എഴുതാം. അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷനാണ് എഴുതിയിരിക്കുന്നത്. ആ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമ്മൾ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷനുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് 0 എന്ന് കിട്ടും. ഇനി ഈ ജി ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ എഴുതി വെച്ചിട്ടില്ലേ, അതായത് എഫ് എക്സ് ഓഫ് എക്സ് വൈ കോസ് തീറ്റ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ സൈൻ തീറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോട്ട് പ്രോഡക്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എഫ് എക്സ് എക്സ് വൈ ഐ പ്ലസ് എഫ് വൈ എക്സ് വൈ ജെ എന്നിട്ട് ഒരു ഡോട്ട് വിത്ത് കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ. അതായത് നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രേഡിയൻ്റ് ആണ്, ദറ്റ് ഈസ് ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ കിട്ടിയത്, നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യം ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യു.
ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ കേട്ടോ. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. നന്നായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് du ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡെൽ എഫ് എക്സ് വൈ ഡോട്ട് യു എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.